5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ പെണ്ണുങ്ങൾക്ക് എന്ത് പറ്റി? തിരുവനന്തപുരത്തെ പെണ്ണുങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും നിയമക്കുരുക്കിൽ ചെന്നുപെടുന്നതും സ്ത്രീകളാണ്, വനിതകളാണ്. ഇതിപ്പോൾ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ കേസ് എടുത്താലും കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയാണ് സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ അതും സ്ത്രീയാണ്. അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അവരും സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളാണ് ഈ പണത്തട്ടിപ്പിലെല്ലാം ചെന്നുപെട്ടിരിക്കുന്നത്. മാത്രമല്ല ആ പണം തട്ടിച്ചത് 3 പെൺകുട്ടികളാണ്, 3 വനിതകളാണ്, സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറയാൻ കഴിയില്ല, 20 വയസ്സൊക്കെ ആയിട്ടുള്ള പഠിക്കുന്ന പ്രായമാണ്. 3 വിദ്യാർത്ഥിനികളുടെ പ്രായമുള്ള 3 പേരാണ് ഈ തട്ടിച്ചിരിക്കുന്നത്. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. വനിതാ കമ്മീഷൻ്റെ ഒരു സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത്. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ശ്രീമതി സതീദേവിയും പി സതീദേവിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഇന്ദിരാദേവിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത, അങ്ങനെ അദാലത്ത് നടക്കുന്ന വാർത്തയും ഫോട്ടോയും ഒക്കെ നമ്മുടെ കേരള കൗമുദി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ കേരള കൗമുദി പത്രം അത് പറയുന്നുണ്ട്. അതിനകത്തുള്ള വാർത്ത തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് പറയുന്നു, സാമ്പത്തിക തട്ടിപ്പ് ഇരയാകുന്നത് അധികവും സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ഏറ്റവും അധികം ഇരയാകുന്നത് തിരുവനന്തപുരത്തെ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇതിനകത്ത് വലിയ രീതിയിൽ ഇരകളാകുന്നു. വലിയ സാമ്പത്തിക തട്ടിപ്പിൽ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാകുന്ന രീതിയിൽ ഈ സാമ്പത്തിക തട്ടിപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കുട്ടികൾക്കാണ്. അവരുടെ പഠനം, അവരുടെ മറ്റ് ജീവിതം, അവരുടെ വിവാഹം, മറ്റ് കാര്യങ്ങളൊക്കെ വളരെ മോശമായി വരുന്ന ഒരു കാര്യമുണ്ട്. ഒത്തുതീർത്ത സംഭാഷണങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനൊക്കെയാണ് വനിതാ കമ്മീഷൻ ശ്രമിക്കുന്നത്. എന്തായാലും വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 2 പെൺമക്കൾ മദ്യപിച്ച് വന്ന് സ്വൈരജീവിതം തകർക്കുന്നതിനെതിരെ വൃദ്ധയായ മാതാവ് വരെ കമ്മീഷനിലെത്തി. പെൺകുട്ടികൾ വന്ന് മദ്യപിച്ചുകൊണ്ട് വന്ന് വൃദ്ധയായ മാതാവിനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ പെൺകുട്ടികളും മാറുന്ന, ന്യൂജൻ കുട്ടികളിൽ കുറച്ച് പേരെങ്കിലും മാറുന്ന രീതിയിലേക്ക് വരുന്നു. തിരുവനന്തപുരത്തിന് വളരെ മോശമാണ്. ഇവിടുത്തെ സ്ത്രീകൾ, ഇത് തലസ്ഥാന നഗരമായതുകൊണ്ട് എനിക്കറിയില്ല, ഇന്ത്യയിലെ എല്ലാ തലസ്ഥാന നഗരം എടുത്താലും, ചിലപ്പോൾ ലോകത്തിലെ തലസ്ഥാന നഗരം എടുത്താലും, ഇപ്പോൾ ബാംഗ്ലൂരോ കൽക്കട്ടയോ ചെന്നൈയോ അതുപോലെ തന്നെ പിന്നെ ന്യൂഡൽഹിയോ തലസ്ഥാന നഗരം എടുത്താൽ അവിടെ താമസിക്കുന്ന സ്ത്രീകൾ കുറച്ചുകൂടി സാമ്പത്തികമായി കാര്യങ്ങൾ സമ്പത്തുണ്ടാക്കണം, കാശുണ്ടാക്കണം. കാരണം നഗരത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ജീവിത ചുറ്റുപാട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി പൈസ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ തട്ടിപ്പിലൊക്കെ ചെന്ന് വിടുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സ്ത്രീകൾ ഇങ്ങനെ തട്ടിപ്പിൽ ചെന്ന് വിടുന്നു എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത് പറയുന്നൊരു കാര്യം, സ്ത്രീകൾ തമ്മിലുള്ള പണമിടപാടുകളിലും തട്ടിപ്പിൽ നടക്കുന്നുണ്ട്. വിവാഹേതര ബന്ധങ്ങളിലുള്ള, വിവാഹിതരായിട്ടുള്ള ഭാര്യ ഭർത്താവ് അല്ലാത്ത ആളുകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ സ്ത്രീകൾ ചെന്നപ്പെടുന്നു. അതിലൂടെ കുടുംബ ബന്ധങ്ങളും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ സ്ത്രീകൾ ഏകദേശം 400 പരാതികൾ ഇന്നലെ ഗസ്റ്റ് ഹൗസിൽ ലഭിച്ചു. 70 എണ്ണം തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പോഴും 330 പരാതികൾ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയും 308 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പരിപാടി വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വനിതാ കമ്മീഷനിൽ കേസുകൾ കൂടുന്നത് നല്ല ലക്ഷണമല്ല. തീർച്ചയായും സ്ത്രീകൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സുഗമമായ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും തൊഴിൽ ജീവിതവും വ്യക്തി ജീവിതവും നയിക്കണം. ഈ തട്ടിപ്പ് തരികിട പരിപാടികളിലൊന്നും ചെന്ന് വിടരുത്. ഇല്ലാതാകുന്നത് കുടുംബജീവിതമാണ്, അതുപോലെ തന്നെ മക്കളുടെ ജീവിതമാണ്, അവരുടെ ഭാവിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തുകാരും പ്രധാന നഗരം എന്നുള്ള നിലയിൽ കൊച്ചിക്കാരും കോഴിക്കോടുകാരും എല്ലാവരും, കേരളത്തിലെ സ്ത്രീകളെല്ലാം ഇതിനകത്ത് ചെന്ന് വീഴരുത്. പലപ്പോഴും പല തട്ടിപ്പ് കേസുകളിലും ചെന്ന് സാമ്പത്തിക ഇടപാടിലൊക്കെ ചെന്ന് വീഴുന്നത് ഈ പറഞ്ഞ പോലെ സ്ത്രീകളാണ്. അതിനകത്ത് ചെന്ന് വീഴരുത്. അതിൽ തിരുവനന്തപുരത്തുകാരുടെ എണ്ണം ഒന്ന് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അവർ മോശക്കാരായതുകൊണ്ടല്ല, കൂടുതൽ പണമുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുകാർ ജാഗ്രത. കേരളത്തിലെ എല്ലാ സ്ത്രീകളും സൂക്ഷിക്കുക.